ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. ഒരു കുക്കറിലേക്ക് എണ്ണ, നെയ്യ് എന്നിവ ഒഴിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റി നമ്മളെടുക്കുന്ന അരി ഏതാണോ അത്രയും അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അരിയുടെ ഇരട്ടി വെള്ളവും ഒഴിച്ച് ഉപ്പ് ചേർത്ത് നാരങ്ങാ നീരും ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് വേവിക്കാൻ വെക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, തക്കാളി എന്നിവ അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിനയില, പിന്നെ സവോള അല്ലാതെ കുറച്ച് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതും നാരങ്ങ എന്നിവ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില നന്നായിട്ട് അരച്ച് വെച്ച് ചിക്കൻ, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മുട്ട, മൈദപ്പൊടി, അതിൽ കോൺഫ്ലവർ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റോളം വെക്കണം. എന്നിട്ടൊരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് സവോള നന്നായിട്ട് വഴറ്റണം. നന്നായി ചുവന്ന് വന്ന സവോള നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. ഇത് ചോറിൻ്റെ മുകളിലേക്ക് ദമ്മിടുമ്പോൾ ഇടാനുള്ളതാണ്. അതിനുശേഷം ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കനും കൂടെ നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മളധികം ഇനി വേവിക്കുന്നില്ല, അതുകൊണ്ടാണ്. ആ എണ്ണയിലേക്ക് നമ്മൾ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് എണ്ണ തെളിഞ്ഞു നമുക്ക് ഉറപ്പ് വരുമ്പോൾ നമ്മൾ നമ്മുടെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതും ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ചേർക്കണം. ഇതെല്ലാം ഞാൻ ചെറുതാക്കി ഇരുന്നത്, എനിക്കിങ്ങനെ വേറെ പച്ച സാധനങ്ങൾ കിടക്കുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചെറുതാക്കി ഇരുന്നത്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തൈരും നാരങ്ങനീരും ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കനും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇത് നന്നായിട്ട് ഇനി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായിക്കോളും. ഇനി ഈ സെറ്റായ സാധനം നമുക്ക് ദമ്മിടാനായിട്ട് ആദ്യം ഞാനൊരു ചട്ടിയിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് ചോറിട്ടു. നമ്മുടെ ഉള്ളി, അതുപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉരുക്കി ഒഴിക്കാം കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില, ഇതുപോലെ തന്നെ ചിക്കൻ മുകളിലിട്ടിട്ട് ഒരു ലെയർ കൂടെ ഇടാം. നിങ്ങൾക്ക് ലെയർ ഇല്ലാതെയും ഇത് ചെയ്യാം, അതും നല്ലതായിരിക്കും. അല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ പാത്രം വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ നേരെ റൈസ് മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പം ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഈ സമയത്തിനിടയിൽ ഞാൻ കുറച്ച് ചിക്കനൊക്കെ പൊരിച്ച് സലാഡൊക്കെ ഉണ്ടാക്കി പപ്പടമൊക്കെ വറുത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് വളരെ നല്ലതായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ബിരിയാണി. ഞാൻ എൻ്റെ സാധനങ്ങളും ചിക്കനും കക്കരിക്കയും, പിന്നെ കക്കരിക്കയൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാട്ടോ നമ്മുടെ ഹെൽത്തിന്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ നോക്കണം. സക്സസ് ആയിരിക്കും എന്നുള്ളത് എൻ്റെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഷുവറാണ്. എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു.